നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കൊല്ലം പുനലൂരിലെ 2 വയസ്സുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് തമിഴ്നാട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. കുഞ്ഞിന്റെ അമ്മ കലാസൂരിയെയും 3ാം ഭർത്താവ് കണ്ണനെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ അവരുടെ മകളുടെ 2 വയസ്സായ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതിയായിട്ട് വരുന്നത്. നമ്മള് ഇത് അന്വേഷിച്ചപ്പോ ഈ മകളെ കണ്ടെത്തുകയും മകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവര് പറഞ്ഞതിൽ കുറെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ കുറച്ച് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവര് പറഞ്ഞത് അവര് കുറച്ചു കാലമായിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് താമസമെന്നും ഈ കണ്ണൻ ഇവരുടെ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അവിടെ അടുത്ത് കാട്ടിലെ ചാക്കിൽ ഉപേക്ഷിച്ചു. അതിന് ശേഷം ഇവര് തിരിച്ചു വന്നുവെന്നാണ് പറഞ്ഞത്. സലീം മാലിക്കുണ്ട് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സലീം, ഇത് എന്താണ് സംഭവിച്ചത്? സലീം, ഉന്മേഷ് 2 വയസ്സുകാരിയുടെ തിരോധാനം പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. ആ കേസാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു, ഈ ഡിസംബർ 2-നായിരുന്നു കൊല്ലം പുനലൂർ സ്റ്റേഷനിൽ ഒരു മാതാവ് തന്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ മാതാവിനെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ചില സംശയങ്ങൾ പോലീസിനുണ്ടായി. അതിന് പിന്നാലെ അവരെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് ഈ മാതാവിന്റെ തന്നെ 3ാം ഭർത്താവായ തമിഴ്നാട് സ്വദേശിയാണ്. അതിന് പിന്നാലെ ഇവർ കാര്യമായി സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. കണ്ണൻ എന്ന ആളാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവ് കലാസൂരിയും ഒപ്പം കണ്ണനും രണ്ടുപേരും ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ തമിഴ്നാട് വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയത്. ഇരുവരും കഴിഞ്ഞ 2 വർഷമായി തമിഴ്നാട്ടിലെ തെങ്കാശിയിലും മധുരയിലും താമസിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഈ കലാസൂര്യ എന്ന ഈ മാതാവ് ആദ്യം പുനലൂരുള്ള ഒരാളെ വിവാഹം ചെയ്തു. അതിലൊരു ആൺകുട്ടി ജനിച്ചു. പിന്നാലെ അയാളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അഞ്ചൽ സ്വദേശിയായ മറ്റൊരാളുമായി ഇഷ്ടത്തിലാവുകയും അയാളെ വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനും പിന്നാലെയാണ് 3ാമത് മറ്റൊരാളെ തെങ്കാശി സ്വദേശിയായ കണ്ണനുമായി ഇഷ്ടത്തിലായത്. അതിന് പിന്നാലെ ഈ കണ്ണനും കലാസൂര്യയും കുളത്തൂപ്പുഴയിൽ വെച്ച് വിവാഹിതരായി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഇവർ ഒരു കോഴി ഫാമിൽ, മധുര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നാലെയാണ് ഈ കുട്ടിയെ കാണാതാകുന്ന സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പുനലൂരിലുള്ള ഒരു ബന്ധുവിനോടൊപ്പം താമസിച്ച് കലാസൂര്യ വരുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് പിന്നാലെ കലാസൂര്യയെ ചോദ്യം ചെയ്യുകയും കണ്ണനോടൊപ്പം മധുരയിലാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടി തെങ്കാശിയിലാണെന്നും അവിടെ ഒരു അനാഥാലയത്തിലാണെന്നും ഒക്കെ പറയുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ പരസ്പര വിരുദ്ധമായ മറുപടികളായിരുന്നു കലാസൂര്യയിൽ നിന്നും ഉണ്ടായത്. കൂടുതൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് എത്തുകയും തമിഴ്നാട്ടിലെ പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു അനാഥാലയം തെങ്കാശിയിൽ ഇല്ല എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. പിന്നീടാണ് ഈ കൊലപാതകം നടന്നത്. 1 മാസം മുൻപായിരുന്നു ഈ കൊലപാതകം നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തെളിഞ്ഞു വന്നത്. അതിന്റെ പരാതി മാത്രമായിരുന്നു 3 ദിവസം മുൻപ് വന്നത് എന്നും കണ്ടെത്തി. 1 മാസം മുൻപ് ഈ രാത്രിയിൽ കണ്ണൻ ചെക്കാനൂരിലെ കോഴിഫാമിൽ വെച്ച് മദ്യലഹരിയിൽ വെച്ച് ഈ 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. അതിന് പിന്നാലെ പുനലൂർ പോലീസ് ഈ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 2 പ്രതികളും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഉന്മേഷ്. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം സെഷൻസ് കോടതി ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് 2ാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചത് സ്ത്രീയാണോ എന്ന് പോലും അറിയില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ആദ്യം രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജരാവും, നാളെ പറഞ്ഞാൽ നാളെ ഹാജരാവും. ആള് ഏത് കോടതിയിലാണോ ആ പെറ്റീഷൻ പെൻഡിങ്, ആ കോടതിയിലെ കസ്റ്റഡിയിലാണ് ആ പ്രതിയുള്ളത്. ഹൈക്കോടതി പറയുകയാണ്, നാളെ എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ന ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഹാജരാവും. ഹാജരായില്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിക്ക് കൺസിഡർ ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കേസ് 15 പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 24 കൊച്ചി.
10 ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പുരോഗതിയില്ല. അറസ്റ്റ് വൈകുന്നതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. മണ്ഡലത്തിലെ കണ്ണാടിയിൽ പ്രചാരണത്തിനിടെ ഡിസംബർ 27-നാണ് രാഹുലിനെ കാണാതാകുന്നത്. രാഹുലിനെ അന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതാണ് പോലീസ്. 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ഒളിച്ചു താമസിക്കുന്നത് കർണാടകയിലാണെന്ന് പോലീസ് ഉറപ്പാക്കിയിരുന്നു. ബംഗളൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിലും നടത്തി. മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം കാസർഗോഡ് രാഹുൽ കീഴടങ്ങുമെന്ന വിവരത്തിന് പിന്നാലെ വൻ പോലീസ് സന്നാഹവും ഒരുക്കി. പക്ഷേ രാഹുൽ വന്നില്ല. പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ചിലർ ഉയർത്തുന്നുണ്ട്. പോലീസിന് രാഹുലിനെ കണ്ടെത്താനായില്ലെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്ന പതിവ് കേരളത്തിലില്ലെന്നും പറഞ്ഞു. ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് അതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കേസിൽ മൊഴിയെടുക്കുന്നതിന് മുന്നോടിയായി പരാതിക്കാരിയുമായി SIT സംഘം ആശയവിനിമയം നടത്തി. 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുമോ എന്ന ആശങ്ക SIT സംഘത്തോട് അതിജീവിത പങ്കുവച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അതിജീവിതയെ അധിക്ഷേപിച്ച പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന രാഹുലിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. രാഹുൽ ഫോണും ലാപ്ടോപ്പിന്റെ പാസ്വേഡും നൽകിയില്ല. ഫോൺ വീണ്ടെടുക്കുന്നതിലടക്കം കസ്റ്റഡി വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതിജീവിതയെ അധിക്ഷേപിച്ച പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന രാഹുലിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. രാഹുലിനെ 10-ാം തീയതി ഹാജരാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും രാഹുൽ ഈശ്വർ ഹർജി നൽകിയിരുന്നു. ജാമ്യ ഹർജികൾ 2 കോടതികളിൽ പരിഗണിക്കാനാകില്ലെന്ന് കോടതി നിലപാടെടുത്തതിന് പിന്നാലെ സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി രാഹുൽ പിൻവലിച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ച യുവനടി റിനി ആൻ ജോർജിന് വധഭീഷണി ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയതായി റിനി പറഞ്ഞു. നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കമന്റ്സിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് NHAI. അപകടത്തിന് ഉത്തരവാദിത്തം കേരളത്തിന്റെ തലയിലിടാൻ നോക്കേണ്ടെന്നും നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി. റീൽസ് എടുക്കാൻ ഓടി നടന്നവർക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലേയെന്ന് VD സതീശന്റെ ചോദ്യം. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ കൃത്യമായ മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ അപകടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 3 അംഗ സംഘമാകും അന്വേഷണം നടത്തുക. ഇതുകൂടാതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വിവിധ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. റോഡ് തകരാൻ കാരണം ബെയറിംഗ് ശേഷിയുടെ പരാജയമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീഴ്ച കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകർന്നതിൽ സർക്കാരിന് ഒരു പരാതിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമില്ലേ? ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു
KC വേണുഗോപാലിന്റെ പരിഹാസം. ദേശീയപാത ഇടിഞ്ഞതിന്റെ ഉത്തരവാദിത്തം NHAIക്കെന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ലെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സ്ഥലത്ത് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ കൂടുതൽ ട്രാഫിക് വാർഡർമാരെ നിയമിക്കും. അപകടം നടന്ന സ്ഥലത്തിന്റെ ഇരുവശം ബലപ്പെടുത്താനും കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. 24 കൊല്ലം. തുടർച്ചയായ 5-ാം ദിനവും ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ രാജ്യത്തെ വ്യോമയാന ഗതാഗതം താറുമാറായി. ഇന്നു മാത്രം 1000-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. പ്രതിസന്ധി മുതലെടുത്ത് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയതോടെ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം കടിഞ്ഞാണിട്ടു. രാജ്യത്തെ വിമാനയാത്രികരുടെ ദുരിതം അവസാനിക്കുന്നില്ല. ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയതറിയാതെ വിമാനത്താവളങ്ങളിലെത്തിയ ആയിരങ്ങൾ ഇന്നും വലഞ്ഞു. ബംഗളൂരു, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ അടക്കം പ്രധാന വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ 1000-ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. ഇത് മുതലെടുത്ത് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. ഡൽഹി തിരുവനന്തപുരം യാത്രയ്ക്ക് 80,000 രൂപ വരെയും ഡൽഹി കൊച്ചി യാത്രയ്ക്ക് 70,000 രൂപ വരെയും ഈടാക്കിയിരുന്നു. കാര്യങ്ങൾ കൈവിട്ടതോടെ വ്യോമയാന മന്ത്രാലയം പ്രശ്നത്തിലിടപെട്ടു. ടിക്കറ്റ് നിരക്കിന് പരിധി ഏർപ്പെടുത്തി. 500 കിലോമീറ്റർ വരെ പരമാവധി 7,500 രൂപയാണ് ഇനി കമ്പനികൾക്ക് ഈടാക്കാനാവുക. 500 മുതൽ 1000 കിലോമീറ്റർ ദൂരത്തിന് 12,000 രൂപ, 1000 മുതൽ 1,500 കിലോമീറ്ററിന് 15,000 രൂപ, 1,500-ന് മുകളിൽ പരമാവധി 18,000 രൂപ എന്നിങ്ങനെയാണ് പുതിയ പരിധി. ബിസിനസ് ക്ലാസ്സിന് പരിധി ബാധകമല്ല. കൂടാതെ റദ്ദാക്കിയ വിമാനങ്ങളിലെ എല്ലാ യാത്രക്കാർക്കുമുള്ള റീഫണ്ട് നാളെ രാത്രി 8 മണിക്കകം മടക്കി നൽകാനും നിർദ്ദേശം നൽകി. പ്രശ്നം പ്രധാനമന്ത്രിയെയും വ്യോമയാന മന്ത്രാലയം ധരിപ്പിച്ചു. പുതിയ പൈലറ്റ് ഡ്യൂട്ടി വിശ്രമ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇളവ് വേണമെന്ന ഇൻഡിഗോയുടെ ആവശ്യം പരിഗണിച്ച് ഫെബ്രുവരി 10 വരെ സർക്കാർ താൽക്കാലിക ഇളവ് നൽകുകയും ചെയ്തു. രാജ്യത്ത് ഒരു കമ്പനിക്ക് മാത്രം ആധിപത്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിതെന്നും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. യാത്രക്കാരുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ തുടങ്ങുകയും തിരക്കേറിയ റൂട്ടുകളിൽ അധിക കോച്ചുകൾ അനുവദിക്കുകയും ചെയ്തു. 24 ഡൽഹി. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്കേറി. രാത്രി 8 മണി വരെ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തിയത് 75,892 ഭക്തരാണ്. ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നിരുന്നു. അവധി ദിവസമായി നാളെയും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു. ഇന്നലെ മാത്രം 3,600 പേർ ഇതുവഴി സന്നിധാനത്തെത്തി. സ്പോട്ട് ബുക്കിംഗ് 5,000-ൽ നിന്ന് 10,000-ആയി വർദ്ധിപ്പിച്ചു. ഒരു വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.